മുരാരി ബാബു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോൾ വൻ ക്രമക്കേട് നടത്തിയെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ല. സ്ഥാനക്കയറ്റത്തോടെ വൈക്കം ക്ഷേത്രത്തിലും പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ശബരിമലയിലും മുരാരി ബാബു എത്തുകയായിരുന്നു. 2021-22 കാലഘട്ടത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ മുരാരി ബാബു നടത്തിയ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തുന്നതാണ് ദേവസ്വം വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുരാരി ബാബു നടത്തിയ പ്രവർത്തനങ്ങളും അനധികൃത പണപ്പിരിവുമടക്കം വ്യക്തമാക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. മുരാരി ബാബു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന 2021-22 കാലഘട്ടത്തിലാണ് സ്വർണ്ണ രുദ്രാക്ഷമാല വിവാദവും ശ്രീകോവിലിൽ അഗ്നിബാധയും ഉണ്ടായത്. 17/1/2021 ഉണ്ടായ അഗ്നിബാധയെ തുടർന്ന് ദേവഹിതം അറിയുന്നതിൽ വീഴ്ച വരുത്തിയതിനാൽ ആചാര ലംഘനമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി ശ്രീകുമാറും ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും ചേർന്ന് അഗ്നിബാധയുടെ വിവരം ദേവസ്വം ബോർഡിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. ശ്രീകോവിലിൽ അഗ്നിബാധ ഉണ്ടായതിന് പിന്നാലെ പണപ്പിരിവ് നടത്തി. 10 ലക്ഷം രൂപയിലധികം ചെലവായ പരിഹാരക്രിയകൾക്ക് പകുതിയിലധികം പണം ഭക്തരിൽ നിന്നും പിരിച്ചെടുത്തു. 1000 കുടം അഭിഷേകം ഉൾപ്പെടെയുള്ള വഴിപാടുകൾക്ക് ഭക്തരിൽ നിന്നും പണം വാങ്ങിയെങ്കിലും രസീത് നൽകിയില്ലെന്നാണ് വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ധനലക്ഷ്മി ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ പേരിലുള്ള അക്കൗണ്ട് വഴിയുള്ള ഇടപാടുകളും സംശയകരമാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശ്രീകോവിലിലെ അഗ്നിബാധയിൽ സ്വർണ്ണപ്രഭയ്ക്ക് കേടുപാടുണ്ടായിരുന്നുവെന്നും സ്വർണ്ണപ്രഭയിൽ നിന്ന് അടർന്നു വീണ 3 സ്വർണ്ണ നാഗപത്തികൾ ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ മുരാരി ബാബു വിളക്കി ചേർത്തെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പരിഹാരക്രിയകളുടെ വരവ് ചെലവ് കണക്കുകളും 2021 ഉത്സവത്തിന്റെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച വിശദാംശങ്ങളും മുരാരി ബാബു സമർപ്പിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ നടപടി വേണമെന്ന ദേവസ്വം വിജിലൻസിന്റെ ശുപാർശ നിലനിൽക്കെയാണ് ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറായി സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചത്. പിന്നീട് ശബരിമലയിലും ഹരിപ്പാടും നിയമനം നൽകി. ദേവസ്വം വിജിലൻസ് വിഭാഗം കർശന നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടും മുരാരി ബാബുവിന് നേരെ ബോർഡ് നടപടി സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.